أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم خذوا زينتكم يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. قل من حرم زينة الله التي أخرج لعباده قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون. قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لن ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. അപ്പോൾ ശ്രദ്ധിക്കൂ, നമ്മൾ സൂറത്തുൽ അറാഫാണ് വായിക്കുന്നത്. അതിൽ 31 ആയത്താണ് നമ്മൾ വായിക്കേണ്ടത്. 31, 32, 33 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. ഇതിൻ്റെ മുമ്പ് പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. അതായത് പ്രമാണങ്ങൾ നോക്കാതെ വഴിതെറ്റിപ്പോയ പഴയ ജാഹിലിയത്തിലെ ആളുകൾ അവരുടെ മതം അവർ പരിഷ്കരിച്ച് കൊണ്ടുവന്ന വാപ്പകാരണവന്മാരുടെ മാർഗമാണെന്ന് പറഞ്ഞ് ഫാഹിഷത്തുകൾ അങ്ങേയറ്റത്തെ നീചവൃത്തികളായി മാറി അവിടെ മതകർമ്മങ്ങൾ. അതിനൊരു ഉദാഹരണമാണ് അവർ വസ്ത്രമില്ലാതെ ആണും പെണ്ണും കഅബയെ തവാഫ് ചെയ്യുന്ന ഒരവസ്ഥ നബി സ്വല്ലല്ലാഹു വരുന്ന കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുന്നു. ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലും അത് പറയുന്നു.
അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ വസ്ത്രം എന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പിന്നെ നമുക്ക് പറഞ്ഞു തന്നത്. വസ്ത്രം രണ്ട് വിധമുണ്ട്. ഒരു തഖ്വയുടെ വസ്ത്രം, മറ്റൊന്ന് ബാഹ്യമായ വസ്ത്രം. രണ്ടും മനുഷ്യൻ എന്താണ്? അലങ്കാര വസ്ത്രങ്ങളാണ് എന്നാണ്. അത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നതാണ് എന്ത്? നിങ്ങൾ ആരാധനകൾക്ക് പള്ളിയിൽ പോകുന്ന സന്ദർഭത്തിൽ ആരാധനകൾ നിർവഹിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമസ്കാര സ്ഥാനങ്ങളിലും നിങ്ങൾ നല്ല ഭംഗി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നാണ്. ഇവിടെ ഒരു വലിയ ധാരണപ്പശകുണ്ട്. ചില ആളുകൾ എന്താ വെച്ചാൽ നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ദേഹേച്ഛകൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് മതമാവണം എന്നാഗ്രഹിക്കുന്നവരാണ് അധികം ആളുകൾ. ദീൻ എന്തു പറയുന്നു അതിനനുസരിച്ച് ഞാൻ മാറുക എന്നതിലുപരി ഞാൻ എന്ത് വിചാരിക്കുന്നു അതിനനുസരിച്ച് ദീനിൻ്റെ പ്രമാണങ്ങളും തെളിവുകളും എനിക്കനുകൂലമാകണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ആയത്ത്, ഇപ്പം ഇന്നലെ സൈറ്റിലൊരു കാര്യം വായിച്ചപ്പോൾ ഈ ആയത്ത് കണ്ടു. എന്താണ് അവിടെ ചോദിക്കണമെന്ന് വെച്ചാൽ, ഈ നരച്ച മുടി കറുപ്പിക്കാൻ പറ്റുമോ എന്താണ് ചർച്ച. അപ്പോൾ കറുപ്പിക്കണം എന്നാണ് പൂർവികന്മാരും സ്വഹാബത്തും മഹാന്മാരും ഹദീസിൻ്റെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരാൾ സമർത്ഥിക്കുകയാണ്. വ്യക്തമായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ്? നിറം മാറ്റാൻ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂല? കറുപ്പ് ഉപയോഗിക്കാൻ പറ്റൂല എന്ന്. കറുത്ത ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാൻ പറ്റൂല. എത്രമാത്രം ഒരു മണവാട്ടിയെ ഒരുക്കുന്ന സന്ദർഭത്തിൽ പോലും, മണവാളന് വേണ്ടി ഒരുക്കുകയാണെങ്കിൽ പോലും എന്താണ്, തൽക്കാലം ആ ദിവസത്തിന് പോലും കറുപ്പ് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഒരു നിലക്കും കറുപ്പ് അനുവദിക്കുന്നില്ല. അത്ര ശക്തമായി അത് വിരോധിക്കപ്പെട്ടതും ഹറാമായതും അതേപോലെ തന്നെ പരലോകത്ത് ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മതത്തിനനുസരിച്ച് ഹദീസനുസരിച്ച് മാറുക എന്നല്ല, ഹദീസും ഖുർആനും അവർക്കനുസരിച്ച് ഇങ്ങോട്ട് ആക്കാൻ പറ്റും. അതിന് സ്വീകരിച്ചതാണ് ഈ 32-ാമത്തെ ആയത്ത്. അയാൾ ആ ആയത്താ കൊടുത്തത്. കുൽമൻ ഹറമ സീനത്തല്ലാഹില്ലത്തി അഖ്റജ ലിഇബാദിഹി. തൻ്റെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു പുറപ്പെടുവിച്ചിട്ടുള്ള ഭംഗി വസ്തുക്കളെ തൻ്റെ അടിയാന് നിഷിദ്ധമാക്കുന്നത് ആരാണ് എന്ന ചോദിക്കുന്നത്. വത്വയ്യിബാത്തി മിന റിസ്ക്, ഭക്ഷണങ്ങളിൽ നിന്നും വിശിഷ്ടമായത്. അപ്പോൾ വെളുത്ത മുടി കറുപ്പിക്കുമ്പോൾ എന്താണ്? ഒരു ചൊറുക്കാണ്. അലങ്കാരമായ കാര്യങ്ങളെ ഒന്നും നിഷിദ്ധമാക്കാൻ പറ്റൂല എന്ന് ഖുർആനും പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത്. ഈ ആയത്ത് എന്തിനാ തെളിവ്? സ്വഹീഹായി വന്ന ഹദീസുകൾക്കെതിരെയാണ് ഈ ആയത്ത് ഓതുന്നത്. അവനവനനുസരിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക? വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുകയാണ് ആളുകൾ ചെയ്യുന്നത്. ഒരു പക്ഷേ ഒരു കർമ്മം ഉപേക്ഷിച്ചു എന്നതുകൊണ്ടുണ്ടാകുന്നതിനേക്കാളും വലിയ തെറ്റാണ് പ്രമാണങ്ങളെ എന്താണ് തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ ഒരുത്തൻ അങ്ങനെ മുടി കറുപ്പിക്കുകയാണെങ്കിൽ അത് തെറ്റന്നെ. പക്ഷെ അതിനേക്കാളും വലിയ തെറ്റാണ് എന്ത്? അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി ഖുർആനെയും ഹദീസിനെയും പ്രമാണങ്ങളെയും വളച്ചൊടിക്കുക എന്നുള്ളത് അതിനേക്കാളും ഗുരുതരമായ തെറ്റാണെന്ന്. ഇത് ധാരാളം ആളുകൾ താടി വടിക്കാനുള്ള തെളിവാണ് ഇപ്പോൾ ഈ ആയത്ത് പലർക്കും. കുൽമൻ ഹറമ സീനത്തല്ലാഹില്ലത്തി, തൻ്റെ അടിമകൾക്ക് അള്ളാഹു വെച്ച അലങ്കാരത്തെ നിഷിദ്ധമാക്കുന്നത് ആരാണ്? എല്ലാവർക്കും ഉള്ള തെളിവ് ഇതാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ തെളിവുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ അവസ്ഥക്കനുസരിച്ച് അവനാൻ ജീവിക്കുന്നു, മനസ്സിലേ? അതിൻ്റെ ന്യായാന്യായങ്ങളൊക്കെ അള്ളാഹു തീരുമാനിക്കും. പക്ഷെ നമ്മൾ പോണത് ഖുർആനും ഹദീസും അനുസരിച്ച് തന്നെയാണെന്ന് വരുത്താൻ വേണ്ടി നമ്മൾ പുതിയ തെളിവുകൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നർത്ഥം. പിന്നെ ഈ ഭംഗി എന്ന് പറയുമ്പോൾ എന്താണ് ആ കാഴ്ചപ്പാടിൽ? ഭംഗി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീ എന്താണ് തൻ്റെ ശരീരഭാഗങ്ങൾ കാണത്തക്ക വിധത്തിലോ ശരീരാകൃതി കാണത്തക്ക വിധത്തിലോ വസ്ത്രം ധരിക്കുമ്പോഴാണ് അവൾക്ക് ഭംഗി എന്നാണ് നാട്ടിലെ സിദ്ധാന്തം, മനസ്സിലായി? പക്ഷെ ഇസ്ലാമിൽ അതാണോ ഭംഗി? അതാണോ ഭംഗി? ഒരു സ്ത്രീ എന്താണ് പൂർണ്ണമായ അർത്ഥത്തിൽ എന്താണ് തൻ്റെ മറക്കേണ്ട ഭാഗങ്ങളെ മറക്കുക എന്നുള്ളതാണ് എന്ത് ഇസ്ലാം ആവശ്യപ്പെടുന്ന കാര്യം. ഭംഗി എന്ന് പറയുന്നതിൻ്റെ തന്നെ സങ്കല്പങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം. അതാണ്. പിന്നെ ഇതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും കൊടുത്തിട്ടുണ്ട്. എന്താ അറിയൂ, എല്ലാ രോഗങ്ങൾക്കും എന്തെല്ലാം രോഗങ്ങളുണ്ടോ
ആ രോഗങ്ങൾ എല്ലാം ഒഴിവാകാൻ, രണ്ടു കാര്യങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്തു ചെയ്യാൻ പറ്റും? നിന്റെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളെയും നിനക്ക് തടുക്കാമെന്നാണ്. എല്ലാ രോഗങ്ങളെയും തടുക്കാൻ രണ്ട് കാര്യം അതിലെന്താണെന്നാണ്? ഒന്ന് ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹു വൈദ്യം മുഴുവനും ഒരു ആയത്തിന്റെ പകുതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇബ്നു കസീർ പറഞ്ഞത്. മുഴുവൻ വൈദ്യവും ചികിത്സയും ഒരായത്തിന്റെ പകുതിയിൽ ഉൾപ്പെടുത്തി. എന്താണ് ആയത്ത് അറിയോ? കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക, അമിതമാകരുത്. തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക, അമിതമാകരുത്. അപ്പൊ അമിതമാകാതിരുന്നാൽ, അമിതമാകുക എന്ന് പറഞ്ഞാൽ ഇസ്രാഫ് ഇമ്മ അയ്യക്കൂന ബിസ്സിയാദ അലൽ ഖദറിൽ കാഫി. ഒരാൾ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് കൂടിയാൽ അത് ഇസ്രാഫാണ്. നമുക്ക് കണിശമായി പാലിക്കാൻ കഴിയേണ്ട കാര്യമാണ്. നമ്മൾ വിചാരിച്ചൊരളവേ ഭക്ഷണം കഴിക്കൂ. എന്ത് സമ്മർദ്ദം ഉണ്ടായാലും, എത്ര നല്ല ഭക്ഷണം വന്നാലും, എത്ര ടേസ്റ്റ് ഉണ്ടായാലും, നമ്മുടെ ഒരു കണക്കെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? നിർത്തും എന്നുള്ള വാശി. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിലധികം നമ്മൾ കഴിച്ചാൽ ശരീരം പിന്നെ ആ ഭക്ഷണം കൊണ്ട് കുടുങ്ങും, ഇടങ്ങേറാവും. മനസ്സിലായി? അതിനെ എവിടെ കൊണ്ടുപോയി ഒഴിവാക്കുന്നുള്ള വലിയ പണിയാണ് ശരീരം ഏറ്റെടുക്കുന്നത്. വലിയൊരു പണിയാണ്. അവസാനം അതെന്താവും? ശരീരം ക്ഷീണിക്കും, ഓരോ രോഗങ്ങളായിട്ട് എന്ത് ചെയ്യും? അത് പരിണമിക്കുകയും ചെയ്യും. ശരീരത്തിൻ്റെ വേസ്റ്റുകളെയും കാര്യങ്ങളെയും പുറന്തള്ളി കളയാൻ എടുക്കുന്ന അധ്വാനം അത് സാധിക്കാതെ വരിക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ദഹന പ്രക്രിയകളെ പോലും തടസ്സപ്പെടുത്തുന്നതാണെന്ത്? അമിതാഹാരം. എല്ലാം പ്രശ്നം. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പക്ഷേ ഇന്നത്തെ അമിതമായ മനുഷ്യൻ്റെ സാമ്പത്തികമായ വളർച്ചയും ഭക്ഷണങ്ങൾ കിട്ടാനുള്ള അമിതമായ സൗകര്യങ്ങളെയും കൊണ്ട് എന്താ വെച്ചാൽ ആളുകളുടെ തിന്ന് എന്താ വെച്ചാൽ ഇന്നൊരു പനി തലവേദന പോലെ ആയി മാറിയിരിക്കുന്നു. എന്തൊക്കെ? ക്യാൻസർ പോലെയുള്ള ഒക്കെ കണ്ടാലും മനുഷ്യന്മാരെന്താ? എനിക്ക് വരൂല എന്നാണ്. ആർക്ക് വന്നാലും എന്ത് ചെയ്യൂല? എനിക്ക് വരൂല എന്ന്. ഈ ക്യാൻസർ വന്നോലൊക്കെ വിചാരിച്ചിരുന്നത് അതന്നെയാണ്, എനിക്ക് വരൂല എന്ന്. ഓർക്കാ വന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഭക്ഷണ നിയന്ത്രണം അതേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? ആവശ്യമുള്ള കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ലേറ്റായിട്ടുള്ള ഭക്ഷണമോ കഴിക്കുക. അത് നേരത്തെ കഴിക്കുക. സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക. നമ്മളുമായി ബന്ധപ്പെട്ട എന്ത് അസുഖത്തിന് പിന്നിലും എന്തുണ്ട്? ഭക്ഷണത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം. ഞാൻ പറഞ്ഞത് ഡോക്ടർമാരൊക്കെ പറഞ്ഞു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യും? പൂർണ്ണമായി ദഹിക്കും. പിന്നെ നമുക്ക് കഴിക്കാം. ആ 2.5 മണിക്കൂർ കൊണ്ട് പിന്നെ നമുക്ക് കഴിക്കാം. കുറച്ച് കഴിക്കുക. അത് എത്ര തവണ കഴിച്ചാലും വലിയ പ്രശ്നമല്ല. നേരെ മറിച്ച് ഒരു സമയത്ത് കൂടുതൽ ആഹാരം ഒന്നിച്ച് കഴിക്കുക എന്നുള്ളത് എന്തായാലും ദോഷമാണ്. ഒന്നതാണ് അമിതമായി കഴിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പിന്നെ ശരീരത്തിന് ദോഷകരമായ ഭക്ഷണങ്ങൾ കഴിക്കുക. അൽ മഅ്കൂലാത്തുല്ലദി യളുറു ബിൽ ജിസ്മ, ശരീരത്തിന് ദോഷം വരുന്ന ഭക്ഷണം കഴിക്കുക. അതും ഇസ്രാഫാണ്. കുലു വഷ്റബു വലാ തുസ്രിഫു പറഞ്ഞാൽ നമുക്ക് ദോഷമുള്ള ഒരാൾ കള്ളുടിച്ചാൽ അതെന്താണ്? ഇസ്രാഫാണ്. കാരണം അയാളെ ശരീരത്തിന് അത് ആവശ്യമില്ല. അത് പണം ചെലവഴിച്ച് അധ്വാനം വാങ്ങി അയാൾ വാങ്ങാൻ പറ്റൂല. ഈ മരുന്നുകളും മറ്റ് ഇതൊക്കെ ഉപയോഗിച്ച ഭക്ഷണങ്ങൾ അതൊന്നും വലിയ കാര്യമൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ വാങ്ങി എന്താ വരുന്ന വെറ്റങ്ങൾക്ക് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? അതും എന്തിൽ പെടും? അളവിലേറെ കഴിക്കുക, ശരീരത്തിന് ദോഷമുള്ളത് കഴിക്കുക. അതൊക്കെ മുഫസ്സിരീങ്ങൾ പറയണതാണ്. പോകാം. 31 യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. യാ ബനി ആദം, ഓ ആദമിന്റെ മക്കളെ, സന്തതികളെ, ഖുദൂ സീനത്തക്കും, ഖുദൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തുകൊള്ളുവീൻ, ഉപയോഗിച്ചു കൊള്ളുവീൻ. സീനത്തക്കും നിങ്ങളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളാണ്. വസ്ത്രം എന്നുപയോഗിക്കാതെ അള്ളാഹു അതിന് പകരം എന്തു പറഞ്ഞു? സീനത്ത് എന്നുപയോഗിച്ചു. വസ്ത്രം നമുക്ക് സാക്ഷാത്കരിച്ച് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ നഗ്നതകളെ മറക്കുക. നഗ്നതകളെ മറക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ ഭംഗിയുള്ളതാവുന്നത്. നഗ്നതകൾ പ്രകടമായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ ഭംഗിയും ആകർഷണീയതയും നഷ്ടപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നഗ്നത മറക്കുക എന്നത്
വസ്ത്രത്തിന്റെ ലക്ഷ്യമാണ് ആ നഗ്നത മറക്കുന്നതോടുകൂടെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? സൗന്ദര്യമുള്ളവനായി തീരുന്നു എന്നാണ്. അപ്പം മറക്കേണ്ട ഭാഗമാണ് ഈ മറക്കേണ്ടത്. അപ്പൊ ആ മറക്കേണ്ട ഭാഗം ഒരാൾ മറക്കാതിരുന്നാൽ അയാളുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും മനസ്സിലായി? നമ്മുടെ ബുദ്ധിയും വിചാരങ്ങളൊക്കെ നല്ല നിലക്കാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹുദൂ സീനത്തക്കും എന്ത കുല്ലി മസ്ജിദിൻ. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമസ്കാര സ്ഥാനം, എല്ലാ നമസ്കാര സ്ഥാനങ്ങളിലും നിന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരം സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തറു ഔറാത്തിക്കും, ഔറത്ത് മറക്കണം. എന്ത സ്വലാത്തി കുല്ലിഹ, എല്ലാ നിസ്കാരം ഫർളിഹ വ നഫ്ലിഹ, എല്ലാറ്റിലും വസ്ത്രം നമ്മൾ നിസ്കരിക്കുമ്പോൾ വസ്ത്രം വളരെ പ്രധാനമാണ് എന്നത് ഇതുകൊണ്ട് കാണിക്കപ്പെടുന്നുണ്ട്. മറക്കണം ഒരു നിർദ്ദേശം അതാണ് കേട്ടോ. അത് എന്താണ്? ഇപ്പൊ ഇന്ന സത്രഹ സീനത്തൻ ലിൽ ബദൻ, അത് മറക്കൽ ശരീരത്തിന് എന്താണ്? ഒരു സൗന്ദര്യമാണ്. അപ്പൊ അത് പുറത്താക്കലോ കബീഹൻ, മോശം. ഒരാൾ തന്നെ നഗ്നത പ്രകടിപ്പിക്കുകയാണെങ്കിൽ അയാൾ എന്താണ്? വളരെ മോശം കാര്യം ചെയ്യുന്നത്. ഇത് ഭംഗിയില്ലാത്തവനും വിരൂപനുമാവുകയാണ് നഗ്നത പ്രകടിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെ സീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ ആളുകൾ ഇതിന്റെ ചൊറുക്കും അതിന്റെ ഡിസൈനൊന്നല്ല അല്ലേ. നല്ല ഡിസൈനുള്ള ഭംഗിയുള്ള ഒരു വസ്ത്രമാണ്, പക്ഷെ അതിൽ മൂത്രം ഉണ്ടെങ്കിലോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം അതിന് എന്ത് പറയാൻ പറ്റൂല? സീനത്ത് എന്ന് പറയാൻ പറ്റൂല. കാരണം അത് മാലിന്യമാണ്, നജസാണ്, നമസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. മിനൽ ലിബാസിൻ നലീഫിൽ ഹസൻ, നല്ലതും വൃത്തിയുള്ളതുമായ വസ്ത്രം അതായിരിക്കണം എന്നാണ്. അപ്പൊ ഔറത്ത് മറക്കണം, അതിലൂടെ നല്ല ഭംഗി സ്വീകരിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? അജ്നാസുകളിൽ നിന്നും അദ്നാസുകളിൽ നിന്നൊക്കെ മാലിന്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ വൃത്തിയുള്ളവരായി തീരണം എന്നാണ് ആയത്തിന്റെ താല്പര്യം. ശരിക്കും എന്താ വെച്ചാൽ ഒരു പുതിയാപ്പള ഒരുങ്ങിപ്പോണ മാതിരിയാണ് സഹാബത്തിൽ പല ആൾക്കാരും പള്ളികൾക്ക് പോയി എന്നാണ്. നമ്മളെ പഴയ കള്ളിത്തുണി ഒരു ടീഷർട്ട് ഇട്ടാണ് ഇറങ്ങും ആൾക്കാർ പള്ളിക്കൊക്കെ പോകേണ്ടത്. ശരിക്കും എങ്ങനെയാണ്? നമ്മുടെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഏറ്റവും നന്നായി ഒരുങ്ങി നല്ല സുഗന്ധത്തോടു കൂടെ ആണ് പള്ളിയിലേക്ക് പോകേണ്ടത് എന്നാണ് ശരിക്കും പറയണത്. അങ്ങനെയാണ്. പിന്നെന്താ പറഞ്ഞത്? കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുവിൻ, അമിതമാക്കുകയും അരുത്. ഞാൻ പറഞ്ഞു തിന്നുക കുടിക്കുക. അള്ളാഹു തന്ന എന്തൊക്കെ സാധനങ്ങളെ പടച്ചോ തിന്നാനും കുടിക്കാനും തന്നത്, എന്തൊക്കെ നല്ല നല്ല പാനീയങ്ങൾ. ഒരു പച്ചവെള്ളത്തിൻ്റെ തന്നെ ടേസ്റ്റ് എത്രയാണ്, നല്ല വെള്ളം കിട്ടുകയാണെങ്കിൽ എന്ത് രുചിയാണ്. ആൾക്കാർ കുറച്ച് മധുരമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കലക്കിയാലേ ഒരു രസം തോന്നുള്ളൂ. പച്ചവെള്ളത്തിനൊരു ടേസ്റ്റ് ഇല്ലേ അല്ലേ? ചിലപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ തോന്നണതും കൂടി വെള്ളത്തിന് ദാഹിക്കണോണ്ടാണ്. ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ ആ ചായ കുടിക്കണം എന്ന് തോന്നുന്ന ചിലപ്പോൾ ആ പ്രവണത പണ്ട് ദാഹത്തിൽ നിന്നാണ്. നല്ല വെള്ളം കുടിക്കുന്നതിന് എത്ര. അപ്പം നമ്മൾ എന്ത് കഴിക്കാനും കുടിക്കാനും അള്ളാഹു ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമുക്ക് നിശ്ചയിച്ചത്. ചില ആളുകൾക്ക് ചോറ് മാത്രമേ ഭക്ഷണമുള്ളൂ, വേറൊന്നും ഭക്ഷണമായിട്ട് പരിഗണിക്കും. എന്ത് തിന്നാലും എന്ത് വേണം? കുറച്ച് ചോറ് കഴിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് എന്ത് ചെയ്യുക തോന്നുന്നത്. എല്ലാം ഭക്ഷണമാണെന്നാണ്, എന്ത് നല്ലതും കഴിക്കാന്നാണ്. വലാ തുസ്രിഫു, നിങ്ങൾ എന്ത് ചെയ്യരുത് അമിത്. അപ്പൊ ഇസ്രാഫ് എന്തൊക്കെയാണ്? ഒന്ന് എന്താണ്? ബിസിയാദ അലൽ ഖദരിൽ കാഫി, ആവശ്യത്തിലേറെ കഴിക്കുക. മൂന്നിലൊന്നാ പറഞ്ഞത്. കുറച്ച് കഴിച്ചാൽ മതി. അതിലെ തത്വം എന്താ വെച്ചാൽ നമ്മൾ എത്ര കഴിക്കുന്നു അതിനനുസരിച്ച് വയറെന്ത് ചെയ്യും? വലുതാകുന്ന ഒരു പാത്രമാണ് വയർ, വലുതാവും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചാൽ ശീലിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ നമുക്കൊരു നിറയാത്ത മാതിരി തോന്നും. പിന്നെ ഒരളവ് പാലിച്ചു പോന്നാൽ ആ അളവ് എത്തുമ്പോഴേക്കിന് വയറെന്ത് ചെയ്യും? നിറയാൻ തുടങ്ങും. വയറിന് അങ്ങനെയാണ്. നമ്മൾ ചെറിയൊരു അളവിൽ അവസാനിപ്പിച്ച് ശീലിച്ചാൽ അത്രേ പിന്നെ നമുക്ക് തിന്നാൻ കഴിയുള്ളൂ. പിന്നെ എന്താ പ്രശ്നം? അപ്പം എന്നും നമ്മൾ ഭക്ഷണം കുറക്കുന്ന ആൾക്കാർ എന്നും ഇങ്ങനെ മതിയാകാത്തമാര് എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമില്ലാന്ന്. കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെ എന്തുണ്ടാവും? വയറ് അതിൻ്റെ അളവിലേക്ക് പരിണമിക്കും. പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചെറിയൊരു ശ്രമം നടക്കുന്ന കാര്യം. അതേപോലെ തന്നെ എന്താണ്? പിന്നെ മൗക്കൂലാത്തുല്ലത്തി യളുറു ബിൽ ജിസ്ം, ശരീരത്തിന് ദ്രോഹമുള്ളത് ഒഴിവാക്കണം എന്നാണ്. മറ്റൊന്നെന്താണ്? ഇമാം ബി സിയാദത്തി തറഫ് വതനവ്വുഖ് ഫിൽ മആകിൽ വൽ മശാരിബ്, എന്താ വെച്ചാൽ ഭയങ്കര ആഡംബരം സ്വീകരിക്കും. ഭക്ഷണം കഴിക്കണം എന്തിനല്ല, അയാൾക്ക് വിശപ്പ് മാറാനോ രുചി കിട്ടാനൊന്നല്ല. ഭയങ്കര പൈസ ചിലവാക്കി നല്ല ഭക്ഷണം കഴിക്കുള്ളൂ,
അതിന് ആയിരങ്ങളും പതിനായിരങ്ങളും ചിലവാക്കുന്ന വേറെയുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒക്കെ വാങ്ങുക, വേസ്റ്റ് ആക്കുക, നീച്ചു പോവുക. മനസ്സിലായില്ലേ? അങ്ങനെ കാണിക്കുന്നത് മെയിൽപെടും കല്യാണങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും കാണിക്കുന്ന കാര്യങ്ങൾ അതാണ് ഉണ്ടാകുക. പിന്നെ വലാ തുസ്രിഫു എന്ന് പറഞ്ഞാൽ പിന്നെ അർത്ഥം പറഞ്ഞ എന്താണ്? ഹലാൽ ഉണ്ടായിട്ടും ഹറാമ് കഴിക്കുകയാണെങ്കിലും അതിനെന്ത് പറയാൻ പറ്റും? ഇസ്രാഫ് എന്ന് പറയാൻ പറ്റും. ഹലാൽ ഉണ്ടായിട്ടും ഹറാമ് കഴിക്കുകയാണെങ്കിൽ അതിനും എന്ത് പറയാൻ പറ്റും? ഇസ്രാഫ് എന്ന് പറയാൻ പറ്റും. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇങ്ങനെ ആരെങ്കിലും ഇസ്രാഫ് ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന് അത് ഇഷ്ടമില്ല. നമ്മുടെ ശരീരത്തിന് ഉപദ്രവമുള്ളത് കഴിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതിനർത്ഥം കണക്കിലേറെ തിന്നുന്നത് ആർക്കും ഇഷ്ടമല്ല? അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നിഷിദ്ധമാക്കിയത് ഭക്ഷിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? ആളുകളെ കാണിക്കാൻ വേണ്ടി, ആഡംബരം പ്രകടിപ്പിക്കാൻ വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം എന്താ? അള്ളാഹ് അങ്ങനത്തെ ആളുകളെ കടാക്ഷിക്കൂല, അനുഗ്രഹിക്കൂല, പോലെ തൃപ്തിപ്പെടൂല എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ്. ഖുൽ, നബിയെ പറയുക, മൻ ഹറമ സീനത്തല്ലാഹ്, മൻ ഹറമ സീനത്തല്ലാഹ് അല്ലതി അഖ്റജ ലിഇബാദിഹി. അല്ലാഹു തൻ്റെ അടിമകൾക്ക് വേണ്ടി പുറപ്പെടുവിച്ചിട്ടുള്ളതായ അവൻ്റെ ഭംഗി വസ്തുക്കളെ, അവൻ്റെ അലങ്കാരങ്ങളെ എന്താണ് നിഷിദ്ധമാക്കിയത് ആരാണ്? ഭയങ്കര ചോദ്യമാണ്. നിഷിദ്ധമാക്കിയത് ആരാണ്? നമ്മൾ വെറുതെ തീരുമാനിക്കുക, ഞാൻ ഇറച്ചൊന്നും തിന്നൂല. നമ്മളിങ്ങനെ ഒരു പൊതുസമൂഹത്തിലൊരു നല്ലൊരാളായി തീരുമല്ലോ, ഇറച്ചി തിന്നാത്ത ആളാവുന്നു. അതിനു വേണ്ടി ഇറച്ചി പടച്ചോ നമുക്ക് അനുവദിച്ചൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണ്ട? ഹറാമാക്കാൻ പറ്റൂല. നമ്മൾ കുറച്ച് കഴിക്കണം. ആള് കുറച്ച് കഴിക്കണം. അള്ളാഹ് ഹലാലാക്കി സാധനം എന്ത് ചെയ്യണം? കുറച്ച് കഴിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. അതൊക്കെ ഒഴിവാക്കി ഞാനൊരു പച്ചക്കറിൻ്റെ ആളറിയാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റൂല. അള്ളാഹ് തന്നത് നമ്മൾ എന്ത് ചെയ്യണം? അനുവദിക്കും. അപ്പം ചില സന്ദർഭങ്ങളിൽ ചില ഭക്ഷണങ്ങൾ നമുക്ക് ദേഹത്തിന് ദോഹിക്കാൻ, അപ്പം നമ്മൾ ഒഴിവാക്കുക, അത് വേറെ കാര്യം. പക്ഷെ വെറുതെ എന്ത് ചെയ്യുക? നമ്മളൊരാളാകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ അത് കഴിക്കില്ല, ഇത് കഴിക്കില്ല ഒക്കെ പറയാൻ വെറുതെ. എല്ലാം കഴിക്കുക, എന്തും കഴിക്കുക. അളവ് കുറച്ച് കഴിച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തും കഴിക്കുക, അളവ് കുറച്ച് കഴിക്കുക. അളവ് കൂടുമ്പോൾ എന്ത് കഴിച്ചാലും, എത്ര നല്ലത് കഴിച്ചാലും അളവ് കൂടിയാലും എന്ത് ചെയ്യണം? പ്രശ്നമായിരിക്കും. അത്രേ ഉള്ളൂ പൈല്. ഇതൊന്നും വേറൊന്നുമില്ല. വത്വയ്യിബാതി മിനർ റിസ്ഖി, ആഹാരത്തിൽ നിന്ന് നല്ല വിശിഷ്ട വസ്തുക്കളെ ഉണ്ടോ. അപ്പം അള്ളാഹു നൽകിയ ആഹാരങ്ങളിൽ നിന്ന് വിശുദ്ധമായതിന് തൻ്റെ അടിമകൾക്ക് നിഷിദ്ധമാക്കിയത് ആരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളെ നിഷിദ്ധമാക്കാൻ ആർക്കും അധികാരമില്ല. എന്തിനാണ് അള്ളാഹ് ഇതൊക്കെ ഉണ്ടാക്കിയത്? ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ ഖാലിസതൻ യൗമൽ ഖിയാമ. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ, ഇഹലോകത്ത് അതെന്താണ്? എന്താണ്? വിശ്വസിച്ചവർക്ക് വേണ്ടിയാകുന്നു അത്. ഖാലിസതൻ യൗമൽ ഖിയാമ, പരലോകത്ത് അവർക്ക് മാത്രം. ഇഹലോകത്ത് അവർക്കും തിന്നാ, വേറെല്ലാവർക്കും തിന്നാ. പക്ഷെ പരലോകത്ത് എന്തായിരിക്കും? അവർക്ക് മാത്രമേ കിട്ടുള്ളൂ. നരകത്തിലെ ആളുകൾ വിളിച്ചു പറയുന്ന കുറെ കാര്യം ഖുർആനിലുണ്ടല്ലോ. അനഫീലു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാ. കുറച്ച് വെള്ളം തരുമോ? നരകക്കാരുടെ സ്വർഗ്ഗക്കാർ ചോദിച്ചേക്കാണ്, കുറച്ച് വെള്ളം തരുമോ? നിങ്ങൾക്ക് അള്ളാഹു തന്ന ഭക്ഷണങ്ങളിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് തരുമോ? ഇവിടെ നമുക്ക് ആർക്കും കൊടുത്തൂടെ? ഇത് കൊടുക്കാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും അവിടുന്ന് കൊടുക്കാൻ പറ്റൂല. കാരണം അത് അവിടെ ആർക്കുള്ളതാണ്? സത്യവിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. അത് വേറെ ആർക്കും എന്ത് ചെയ്യൂല, കൊടുക്കൂല എന്നർത്ഥം. എന്തൊക്കെയാണ് അള്ളാഹു ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്? മിൻ അൻവാഇൽ ലിബാസ് അലാ ഇഖ്തിലാഫി അസ്ൽ. എന്തൊക്കെ വേഷങ്ങൾ, എന്തൊക്കെ വസ്ത്രങ്ങൾ, എന്തൊക്കെ ഭക്ഷണങ്ങൾ, എന്തൊക്കെ തിന്നാൻ കുടിക്കാൻ, എന്തൊക്കെ ഇനങ്ങളാണ് അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അതൊന്നും എന്താണ്? തൻ്റെ അടിമകൾക്ക് നിഷിദ്ധമാക്കാൻ ആർക്കും അധികാരമില്ല. അള്ളാഹു അതൊക്കെ വിശാലമാക്കി കൊടുത്ത കാര്യങ്ങളാകുന്നു എന്നാണ് കേട്ടോ. അപ്പൊ മഫ്ഹൂമുലായ അന്ന മൻ ല യുഅ്മിൻ ബില്ലാഹി വൽ ഇസ്തആന ബിഹാ അലാ മആസിഹി ഫഇന്നഹ ഗൈറു ഖാലിസത്തൻ ലഹു വലാ മുബാഹ വൽ യുആഖിബു അലൈഹ വഅല തനഉമി ബിഹാ. നല്ലൊരു ആശയമാണ്. അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ തന്നെ എന്തുള്ളൂ? അവകാശമുള്ളൂ എന്നാ പറയണത്. ഇവിടുത്തെ തിന്നണമെങ്കിൽ ഇതൊക്കെ തന്ന യജമാനായ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? അനുസരിക്കണം. അങ്ങനത്തെ ഇത് തിന്നാൻ അവകാശമുള്ളൂ. അള്ളാഹ് പറഞ്ഞത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് തിന്നാൻ അവകാശമുള്ളൂ. മറ്റുള്ളവർക്ക് തിന്നാൻ പറ്റുന്നുള്ളൂ കേട്ടോ.
തിന്നാൻ അവകാശം ആർക്കേ ഉള്ളൂ? അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്നവർക്കേ ഉള്ളൂ. മറ്റവർക്ക് തിന്നാൻ ഇവിടുന്ന് കിട്ടും. പക്ഷെ പരലോകത്തിന് അള്ളാഹു എന്തുള്ളൂ? വഴിപ്പെട്ടവർക്ക് മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ? കൊടുക്കുള്ളൂ എന്നർത്ഥം കേട്ടോ. അങ്ങനെ പറയണം. പിന്നെ കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ, ഇപ്രകാരം അറിയാവുന്ന ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു അവന്റെ ലക്ഷ്യങ്ങളെ, ആയത്തുകളെ നാം എന്ത് ചെയ്യുന്നു? വിശദീകരിച്ചു കൊടുക്കുന്നു. എന്താ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു സന്തോഷത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ്. ഈ ഭൂമിയിൽ ഏറ്റവും ഒരു മനുഷ്യന് ആസ്വാദനം കിട്ടുന്നത് എന്താണെന്ന് അറിയും? ഏറ്റവും അധികം കിട്ടിയാൽ സന്തോഷം, ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുന്ന കാര്യം എന്താ? ഭക്ഷണം നമ്മൾ കുറച്ചധികം കഴിച്ചാൽ പിന്നെ എന്ത് കാരണം? കഴിക്കാതിരിക്കണവനേക്കാളും വലിയ ഇടങ്ങേറേ. പൈസ കുറച്ച് കൂടിയാലോ പൈസ ഇല്ലാത്തവനേക്കാളും ഇടങ്ങേറേ. കിട്ടിയാൽ സന്തോഷിക്കാവുന്ന ഏക വസ്തുവാണ് അറിവ്. എന്താണ്? അറിവ് ഭയങ്കര സന്തോഷം നൽകുവാണ്. ഭയങ്കരമായ ആഹ്ലാദവും സന്തോഷവും നൽകുന്നതാണെന്ത്? ഇൽമ്. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിന് വന്നു, കുറച്ച് കാര്യം നമുക്ക് കിട്ടി. അതുകൊണ്ട് കിട്ടുന്ന സന്തോഷം ഒരു 2500 റുപ്യക്ക് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നാൽ എന്തുണ്ടാവില്ല? ഉണ്ടാവില്ല. നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഒരു അറിവിൻ്റെ മാനസികമായ ഒരു ധന്യത ഒരു 5000 റുപ്യക്ക് പോയി പർച്ചേസ് ചെയ്ത് വന്നാൽ ഉണ്ടാവില്ല. അത് വേണ്ടെന്നല്ല പറയണം. അറിവിന് അത്രമാത്രം എന്തുണ്ട്? ധന്യതയുണ്ട്, മഹത്വമുണ്ട് എന്നാ പറയണം. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. വല്ലാത്തൊരായത്താണ്. ഇതൊന്നും ഇപ്പം ഇവിടെ ക്ലാസ് എടുത്ത് സമയമല്ല. 33-ാമത്തെ ആയത്ത് ഓരോ വാക്കും വെച്ച് പഠിക്കേണ്ട ആയത്താണ്. ഓരോ വാക്കും വെച്ച് പഠിക്കണം. ഓരോ വാക്കിനെയും ഇമാം സാഹിദ് വിശദീകരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? കുൽ ഇന്നമാ. അപ്പൊ ഒന്നും പടച്ചോ നിരോധിച്ചിട്ടില്ല, ഒക്കെ തിന്നാണ് അല്ല. കുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്. അള്ളാഹു എന്താണ്? നീചവൃത്തികളെ അവൻ നിഷിദ്ധമാക്കിയിരിക്കും. പടച്ചോൻ എന്തെങ്കിലും നിഷിദ്ധമാക്കിയിട്ടുണ്ടോ? ആ നിഷിദ്ധമാക്കിയത് എന്താണ്? നിഷിദ്ധമാക്കേണ്ടതും മനുഷ്യന് ഉപദ്രവമുള്ളതുമായിരിക്കും. ഫാഹിഷത്ത് ഫവാഹിഷ് കേട്ടോ. എന്താണ്? വളരെ മോശപ്പെട്ട കാര്യങ്ങളെ അവൻ എന്തായിരിക്കുന്നു? നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. എന്താണ് ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ? അദ്ദുനൂബുൽ കബായിർ അല്ലതി തസ്തഫ്ഹിഷു വതസ്തഖ്ബിഹു. എന്താണ്? തെറ്റുകൾ, മഹാപാപങ്ങൾ. മനുഷ്യനെ വളരെ അതൊക്കെ പ്രവർത്തിച്ചവൻ ആൾക്കാർ കണ്ടാൽ എന്ത് ചെയ്യും? വളരെ അറപ്പോടും വെറുപ്പോടെ കാണാൻ. ഒരു കള്ളുടെയും ഒരു അവിഹിത ബന്ധം നടത്തുന്ന ആള് മോശമായിട്ട് ആൾക്കാർ കാണുള്ളൂ കേട്ടോ. അത്ര മോശപ്പെട്ട ആളാണ്. കസ്സിന വല്ലിവാത് വനഹ്ബിഹ, വ്യഭിചാരം പോലുള്ള പ്രവർത്തനങ്ങൾ. മാ ലഹറ മിൻഹാ വമാ ബത്തൻ. നീചവൃത്തികളിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും. പ്രത്യക്ഷമായതും പരോക്ഷമായതും. അൽ ഫവാഹിഷ് തതഅല്ലഖു ബിഹർകാത്തിൽ ബദൻ വ തതഅല്ലഖു ബിഹർകാത്തിൽ ഖുലൂബ്. പ്രത്യക്ഷമായത് പറഞ്ഞ ശരീരം കൊണ്ട് ചെയ്യണത്, പരോക്ഷമായത് പറഞ്ഞ ഹൃദയം കൊണ്ട് ചെയ്യണത്. ശരീരങ്ങളിൽ ചലനങ്ങളെ കൊണ്ടും ബാഹ്യ പ്രവർത്തനങ്ങളെ കൊണ്ടും തെറ്റുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ. മനസ്സുകൊണ്ട് ചെയ്യണം. മനസ്സുകൊണ്ടാണ് തെറ്റെന്തൊക്കെയാണ്? കിബിർ, തന്നെക്കുറിച്ചുള്ള അഹങ്കാരം, ലോകമാന്യത, കാപഢ്യം. ഇതൊക്കെ എവിടെയാണ്? ബാത്തിനാണ്, ഉള്ളിലാണ്. പുറത്തേക്ക് ചിരിക്കും, പക്ഷെ മനസ്സിലുള്ള എന്താണ്? മറ്റുള്ള പകയും അസൂയയും എരിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഉള്ളിലുണ്ടാവും, പുറത്തേക്കുള്ള ഉണ്ട്. വൽ ബഗയ ബിഗൈരിൽ ഹഖ്. വൽ ബഗയ ബിഗൈരിൽ ഹഖ് എന്താണ്? ന്യായമല്ലാതെയുള്ള അതിക്രമങ്ങൾ, കയ്യേറ്റങ്ങൾ. ന്യായമില്ലാതെ ഏതൊരു കാര്യത്തിലാണ് മറ്റൊരുത്തൻ്റെ അവകാശത്തിലേക്ക് കടന്നു കയറുന്നത് ഒന്ന് തെറ്റാണ് കേട്ടോ. മറ്റുള്ളവൻ്റെ അവകാശങ്ങളിലേക്ക്, അള്ളാഹുവിൻ്റെ അവകാശങ്ങളിലേക്ക്, ജനങ്ങളുടെ അവകാശങ്ങളിലേക്ക്, ജനങ്ങളുടെ അഭിമാനങ്ങൾക്ക് നേരെ, സമ്പത്തിനു നേരെ, രക്തത്തിനു നേരെ നടത്തുന്ന ഏത് കയ്യേറ്റങ്ങളും എന്താണ്? അള്ളാഹു നിരോധിച്ച ഓരോന്നും നോക്കും നിങ്ങൾ. മതം നിരോധിക്കുന്നതിൻ്റെ ബേസാണ്. ഈ ബേസിൽ നിന്നിട്ടാണ് ഹറാമുകളെ തീരുമാനിക്കുന്നത്. പിന്നെന്താണ്? അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കുക. നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒക്കങ്ങളെ കൂടത്തിൽ തിന്നാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ, പാപങ്ങൾ, ആ കൂടത്തിൽ തന്നെ എന്തും പറഞ്ഞു? ശിർക്കും പറഞ്ഞു. അള്ളാഹു യാതൊരു രേഖയും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഇതിനെ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവർ കേട്ടോ. അതാണ് ഒരു തെളിവില്ലാത്ത കാര്യമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഹുജ്ജത്ത് വൽ അൻസലല്ലാഹുൽ ഹുജ്ജ വൽ ബുർഹാൻ അല തൗഹീദ്.
തെളിവുള്ളത് തൗഹീദിന് മാത്രം, ഷിർക്കിന് യാതൊരു തെളിവും ഇല്ല. ഷിർക്ക് എന്താണ്? അനുശ്ശിരിക്ക മഅല്ലാഹി ഫി ഇബാദത്തി, ആരാധനയിൽ പങ്കെടുക്കുക. ഏതെങ്കിലും സൃഷ്ടികളെ അല്ലാഹുവിനോട് ആരാധനയിൽ പങ്കു ചേർക്കുക. അതേപോലെ തന്നെ റിയാഹ് പോലെയുള്ള ഷിർക്കുൽ അസ്ഗർ ഒക്കെ പെടും. മറ്റൊന്നെന്താ പറഞ്ഞത്? വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ കറിഞ്ഞുകൂടാത്തത് നിങ്ങൾ അല്ലാഹുവിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുന്നതും ഞാൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എത്ര സമ്പൂർണ്ണമാണ് ഈ ആയത്ത്. ഇതിലിപ്പോ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരുന്നറിയോ? നിങ്ങൾ എന്തൊക്കെ വരുന്നറിയോ? അള്ളാഹുവിൻ്റെ അസ്മാഉകൾ, സിഫാത്ത്. അള്ളാഹ്ക്ക് വെക്കാത്തൊരു ഇസ്മ നമ്മൾ വെക്കാൻ പറ്റും. അള്ളാഹ്ക്ക് വെക്കാത്തൊരു സിഫത്ത് നമ്മൾ അള്ളാഹ്ക്ക് വെക്കാൻ പറ്റും. അതൊക്കെ നമുക്കറിയാത്ത കാര്യം, വിവരമില്ലാത്തത് അള്ളാഹുവിൻ്റെ മേൽ നമ്മൾ എന്താണ് ചാർത്തുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൽ പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കുക, നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുക. അതേപോലെ തന്നെ വെറുതെ ഫത്വ കൊടുക്കുക, ആളുകൾക്ക് ഹറാമല്ലാത്തത് ഹറാമാന്ന് പറഞ്ഞു കൊടുക്കുക, ഹലാലല്ലാത്ത കാര്യം ഹലാലാണെന്ന് പറഞ്ഞു കൊടുക്കുക. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, ഇവരല്ലാതെ ഓരോന്ന് വിളിച്ച് പറയാം ആൾക്കാരോട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതങ്ങനെയല്ലേ, എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയല്ലേ, അടുത്ത ഫത്വ കാണുമ്പോൾ മാറ്റുക, ഒരു ഫത്വ കാണുമ്പോൾ ഒക്കെ പാടെന്താണ് അയന്നെ എന്ന് പറഞ്ഞ് പറയാം. എന്താ പറയണത്? വഅൻ തഖൂലു അലല്ലാഹി മാ ലാ, ഇതൊക്കെ അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ അള്ളാഹു എന്താണ് വിരോധിച്ച കാര്യങ്ങളാകുന്നത്. മതത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനമായതാണ്. ലോകത്ത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യും തീരുമാനാക്കുകയും ചെയ്യാത്തൊരു വിഷയവും ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളാരും ഗവേഷണം നടത്തി തീരുമാനാക്കേണ്ട ആവശ്യം ഇല്ല, ഒക്കെ തീരുമാനമാണ്. നമ്മളതൊക്കെ നോക്കി പഠിച്ച് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, വേറെ ആവശ്യമില്ല കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ സ്വന്തം ഗവേഷണം നടത്തിയാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആയത്തിട്ടു ഹദീസിട്ടു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് തൽക്കാലം പിന്നെ മാറ്റി പറയേണ്ടത്. അങ്ങനെ ഇടങ്ങാറാകേണ്ട ഒരു ആവശ്യവുമില്ല. അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളാണ് അതൊക്കെ. ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين قل من حرم زينة الله التي أخرج لعباده أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون قل إنما حرم ربي الفواحش ما ظهر منها وما بطن وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون